ഹലോ ഫ്ലൈ വീലേഴ്സ്, നീ ഉണ്ടെങ്കിലും അവനെ കൂട്ടുക എന്ന് പറഞ്ഞ പോലെ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഫ്ലൈ വീലിന് വേണ്ടിയിട്ട് ഞാനാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയും സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. നമുക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ പുതിയ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പുതിയൊരു DRL സിഗ്നേച്ചർ കാണാൻ പറ്റും. കുറച്ചും കൂടി ഷാർപ്പർ ആയിട്ടുണ്ട്. അതുപോലെ താഴേക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് മഹീന്ദ്രയുടെ ഡിസൈനിലായിട്ട് കുറച്ച് സിമിലാരിറ്റി ഒക്കെ വേണമെങ്കിൽ തോന്നാം. പക്ഷേ അതിനൊരു ഓവറോൾ നല്ലൊരു ഡെഫിനേഷൻ വന്നിട്ടുണ്ട്. ഒരു 3D ഒരു എലമെൻറ്റ് പോലെയാണ് അത് വന്നേക്കുന്നത്. അതുകൂടാണ്ട് ഗ്രില്ലൊക്കെ കുറച്ചും കൂടി ഷാർപ്പർ ആയിട്ടുണ്ട്. പണ്ടൊരു കേർവ്ഡ് എഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഇത്രയും കൂടിയും ഷാർപ്പായിട്ടുണ്ട്. അതുപോലെ പുതിയൊരു ബമ്പർ ഡിസൈൻ വന്നിട്ടുണ്ട്. കുറേ ഡാർക്ക് എലമെൻറ്റ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെ ഇങ്ങനെ 2-3 സറൗണ്ട്സ് പോലത്തെ പീസുകളൊക്കെ ഉണ്ടായിരുന്നു, ഓരോ വേരിയൻറ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതെല്ലാം പോയി കുറച്ചും കൂടി ക്ലീനർ ഡിസൈൻ ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഓവറോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഷീറ്റ് മെറ്റലൊന്നും കാര്യമായി മാറ്റങ്ങളൊന്നും വരുത്താതെ ഒന്ന് റിഫ്രഷ് ചെയ്ത പോലത്തെ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ പുതിയ സെൽറ്റോസിൽ കണ്ടതുപോലെ. കുറച്ചും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് കുറച്ചും കൂടി ഒരു ഷാർപ്പറായിട്ട് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള പോലത്തെ ഒരു ഡിസൈനാണ് പുതിയ സോണറ്റിൽ വന്നേക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് മുന്നേ ഇതിൽ എക്സ് ലൈനിലുണ്ടായിരുന്ന സെയിം അലോയ്സ് തന്നെയാണ് ഇപ്പോൾ GT ലൈനിലും ടെക് ലൈനിൽ വേറെ വീൽസാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. ബാക്കി സൈഡ് പ്രൊഫൈലിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ബാക്കിൽ സൈഡിൽ ബ്ലൈൻഡ്സ് വന്നിട്ടുണ്ട്. വേറൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. സംഭവം ഒരു പ്രസൻറ്റേഷനിലൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ബാക്കിൽ ഡിസ്ക് ബ്രേക്സ് ആണിപ്പോൾ. അതുപോലെ ബാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് ഷീറ്റ് മെറ്റലിലൊന്നും വലിയ ചേഞ്ചസ് വരുത്താണ്ടാണ് ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നത്. ടെയിൽ ലൈറ്റിന് പക്ഷേ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ താഴേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ബമ്പറിലാണ് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ബാക്കിലൊരു ഫുൾ സൈസ് ആയിട്ടുള്ള സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ റൗണ്ടഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ സ്ട്രൈറ്റൻ ഔട്ട് ചെയ്ത് കുറച്ചുകൂടി സ്ക്വയറിഷ് ആക്കിയിട്ടുണ്ട് നമ്മൾ സെൽറ്റോസിൽ കണ്ടതുപോലെ. വേറെ പിന്നെ ബാക്കിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ബമ്പറിൻ്റെ ഡിസൈനാണ്. ഇവിടെ ഒരു ബോഡി കളർ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ കുറച്ചും കൂടി ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ടൊരു ഫേക്ക് എക്സോസ്റ്റ് പോലെ ഒരു ട്രിം ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. കുറച്ചും കൂടി ഒരു ഓവറോൾ മെച്ചുവേർഡ് ആയിട്ടുള്ള ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനായി മാറിയിട്ടുണ്ട് പുതിയ സോണറ്റിൻ്റെ. കിയ സോണറ്റ് ശരിക്കും പറഞ്ഞാൽ കിയയുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. 3.68 lakh കസ്റ്റമേഴ്സ് ഇതുവരെ മേടിച്ചിട്ടുണ്ട്. 2020 ഇറങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇത്രയും പോപ്പുലർ ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ എഞ്ചിൻ ചോയ്സും കൂടിയാണ്. കാരണം 3 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത് സെയിം തന്നെയാണ് ഇപ്പോൾ ഫേസ് ലിഫ്റ്റിലും. നമുക്കൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് 1.5 ലിറ്റർ ഒരു ഡീസൽ എഞ്ചിനും ഉണ്ട്. ഇതിനൊക്കെ ഒരു 5 ട്രാൻസ്മിഷൻ ചോയ്സ് ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഡീസലിൻ്റെ കൂടെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പെട്രോൾ ടർബോൻ്റെ കൂടെ നമുക്ക് 7 സ്പീഡ് DCT ആണ് വരുന്നത്. മറ്റേ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് കൂടാണ്ട് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഇപ്പോൾ ഡീസലിൽ നമുക്ക് ഇതുവരെ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ ഒരു തിരിച്ചുവരവ് വന്നിരിക്കുകയാണ്. അതുകൂടാണ്ട് നമുക്കൊരു IMT ഉണ്ട് മിക്കവാറും എല്ലാ വേരിയൻസിനും. അപ്പോൾ അത്രയും എഞ്ചിൻ ഓപ്ഷൻസും അത്രയും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഉള്ളതുകൊണ്ട് ദർ ഇസ് എ സോണറ്റ് ഫോർ എവറി വൺ. സോണറ്റിൻ്റെ ഇൻറ്റീരിയറിൽ ഡാഷ്ബോർഡിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റമില്ല. പക്ഷേ നമുക്ക് 2 പുതിയ 10.25 ഇഞ്ച് സ്ക്രീൻസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ ഇൻഫോർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും വേറൊരെണ്ണം ഡ്രൈവർ ഡിസ്പ്ലേ ആയിട്ടാണ്. അത് ഇൻട്രസ്റ്റിംഗ്ലി സെൽറ്റോസിൻ്റെ പോലെ ഒറ്റ ലെവലിലല്ല, ഇത് കുറച്ചും കൂടി റിസർച്ച്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. അപ്ഹോൾസ്റ്ററിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആൻഡ് പുതിയ 2-3 കളർ തീംസ് വന്നിട്ടുണ്ട്. നമുക്കൊരു ബ്രൗൺ കളർ ഇൻറ്റീരിയർ ഒക്കെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ടെക് ലൈനിലാണ്, നമ്മൾ ആ വേരിയൻറ്റ് കണ്ടിട്ടില്ല. വേറെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം റീസണബിൾ ക്വാളിറ്റിയാണ്. നമുക്ക് എന്നും സോണറ്റിന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡിൻ്റെ ഒക്കെ പ്ലാസ്റ്റിക്സ് ഒക്കെ ഒരുവിധ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു. സോ ദാറ്റ് ഹാസ് ബീൻ കണ്ടിന്യൂഡ് ഹിയർ. വേറെ ചെറിയ മാറ്റങ്ങൾ ഇവർ പറയുന്നത് സെൽറ്റോസിലുള്ള പോലത്തെ കുറച്ച് ഗിമിക്കി ഫീച്ചേഴ്സ്, ഇപ്പോൾ ഈ LEDs ഒക്കെ ബ്ലിങ്ക് ചെയ്യും മ്യൂസിക്കിനനുസരിച്ച്, അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് കർട്ടൻസ് വന്നിട്ടുണ്ട്. വേറെ ഈ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഡ്രൈവിൻ്റെ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാം. ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം വന്നിട്ടുണ്ട്. ഈ HVACയുടെ കൺട്രോൾസ് ഒക്കെ കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ മുന്നേ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലേഔട്ട് ആയിരുന്നു. അതുപോലെ ഈ സ്ക്രീനിന് കുറച്ച് എസെൻഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഈസിയർ ടു യൂസ്. വേറെ സേഫ്റ്റി ഫീച്ചേഴ്സാണ് പുതിയൊരു അഡീഷൻ ഉള്ളത്. നമുക്ക് 25ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 10 ADAS ഫീച്ചേഴ്സ് അടക്കം നമുക്ക് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എയർ പ്യൂരിഫയർ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ അതും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കിയ ശ്രദ്ധിച്ചിട്ടുണ്ട്. സീറ്റിൻ്റെ വെന്റിലേഷനൊക്കെ ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് വന്നത് ഈ വണ്ടിയിലാണ്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സായിട്ട് ഒരു 70 ഫീച്ചേഴ്സോളം അതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെക് ലോഡഡ് ആണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് പാക്ഡ് ആണ്. നമുക്ക് ഈ വണ്ടി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതാണെന്നാണ് കിയ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വീൽ ട്രൈ ദാറ്റ്. ബാക്കി ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡ്രൈവ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് പുതിയ 2023 സോണറ്റിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇത് ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂവിൻ്റെ സമയത്ത് നോക്കാം. അത് മിക്കവാറും ഹാനി തന്നെ ചെയ്തോളും, അതിനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഹാനി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പുള്ളിക്ക് വേണ്ടി ഫിൽ ഇൻ ചെയ്തതാണ്. See you next time.